ఏదెను వనముగ యెహోవా దేవా మొదటి వివాహము చేసితివే. ఏదెను వనముగ యెహోవా దేవా మొదటి వివాహము చేసితివే. ఈ శుభదినమున నవదంపతులున ఈ శుభదినమున నవదంపతులన నీ దీవెనలతో నింపుమయ్యా, నీ దీవెనలతో నింపుమయ్యా. దేవారావయ్యా నీ దీవెనలేవయ్యా, దేవారావయ్యా నీ దీవెనలేవయ్యా. కళ్యాణం కమనీయం ఈ సమయం అధిమధురం, కళ్యాణం కమనీయం ఈ సమయం అధిమధురం. దేవారావయ్యా ఇది నీ వదలేవయ్యా, దేవారావయ్యా నీ దీవెనలేవయ్యా, దేవారావయ్యా నీ దీవెనలేవయ్యా. ആന്ധ്രാപ്രദേശിലെ കല്യാണത്തിന് പാടുന്ന ഒരു മനോഹരമായ ഗാനമാണ് ഞാനിപ്പോൾ പാടിയത്. കല്യാണം കമനീയം ഈ സമയം അതിമധുരം എന്നാണ് ആ പാട്ട് തുടങ്ങുന്നത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഈ പാട്ട് കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ കയറി നല്ല പാട്ടുകാരിത് പാടിയിട്ടുണ്ട്. കല്യാണം കമനീയം എന്നടിച്ചാൽ മതി. കമനീയം, കല്യാണം കമനീയം. ദൈവത്തിന് സ്തോത്രം. അവിടുത്തെ വിവാഹങ്ങളൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകളാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വിവാഹ ശുശ്രൂഷയിപ്പാൻ ദൈവം എനിക്ക് അവസരം നൽകി. ദൈവത്തിന് സ്തോത്രം. പ്രിയരെ, ഈ വിവാഹമെന്ന് പറയുന്നത്, ഞാൻ ഇതിനു മുൻപ് ദൈവദാസന്മാർക്ക് ദൈവമക്കൾക്കൊക്കെ വിവാഹത്തെക്കുറിച്ച് നല്ലൊരു സന്ദേശം ആന്ധ്രാപ്രദേശിൽ നിന്ന് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കേട്ട് കാണുമെന്ന് എൻ്റെ ചിന്ത. ഒരു വിജയവാഡയിലൊരു ചർച്ചിൽ നിന്ന് ഞാൻ സംസാരിക്കുന്ന ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇട്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങളത് കേട്ടില്ലെങ്കിൽ യൂട്യൂബിനകത്ത് അത് കിടപ്പുണ്ട്. സമയം കിട്ടുമ്പോൾ കേൾക്കുക. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അത് കേട്ടിട്ടില്ലാത്തവരെ എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി. പാസ്റ്റർ ഞാനത് കേട്ടില്ലായിരുന്നു എന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് അയച്ചു തരാം. നിങ്ങളത് കേൾക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രിയരെ, ഈ വിവാഹം വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ? കുടുംബ ജീവിതങ്ങൾ തകർന്ന് ഒരു പരുവക്കടി പോയിക്കൊണ്ടിരിക്കുക. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. സ്തോത്രം. ഈ വ്യഭിചാരം ദൈവം ഏറ്റവും വെറുക്കുന്ന ഒരു പാപമാണ് വ്യഭിചാരം. മോശയുടെ ന്യായപ്രമാണ പ്രകാരം വ്യഭിചാരിയെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് മോശയുടെ ന്യായപ്രമാണം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവം ഏറ്റവും കൂടുതൽ വെറുക്കുന്നൊരു കാര്യമായിട്ട് വ്യഭിചാരത്തെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സഭയും യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറയുന്ന ഭാഗങ്ങൾ ലേഖനത്തിൽ നമുക്ക് കാണാം. ഞാൻ ക്രിസ്തു എന്ന പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്ന് മറ്റൊരു ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. സ്തോത്രം. കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ കൊരിന്ത്യരോട് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പെന്ന് എഴുതിയേക്കുന്നത്. ദുർനടപ്പ് കുറച്ചുകൂടെ കട്ടി കൂട്ടി എഴുതിയിരിക്കുക. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ നിങ്ങൾ വിവാഹം കഴിച്ച വ്യക്തിയാണോ? നിങ്ങൾക്ക് ദൈവം നിങ്ങളുടെ മരണം വരെ തന്നിരിക്കുന്ന ഒരു സ്ത്രീയെയാണ് നിങ്ങൾക്ക് ഭാര്യയായിട്ട് നൽകിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. മരണം വരെ, കുറച്ച് കാലത്തേക്കല്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, നമ്മൾ പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും വിശുദ്ധ ദൂതന്മാരുടെയും സാക്ഷിയാക്കി നമ്മൾ പറഞ്ഞ ഒരു പ്രതിജ്ഞ, ഒരു ഓത്ത്, ഒരു ഉഭയസമ്മത വാക്ക് നിങ്ങൾ മറന്നുപോയോ? ഞാൻ സാധാരണ പ്രസംഗിക്കുന്നിടത്ത് ഞാൻ പറയാറുള്ളൊരു കാര്യമാണ്, എല്ലാ വിശ്വാസിനെയും പിടിച്ചൊരു 5 വർഷം കഴിയുമ്പം പിന്നെ ആ ഉഭയസമ്മേതം ഒന്ന് പറയിക്കുന്നത് നല്ലതാണ്. കാരണം അന്ന് പറഞ്ഞപ്പം എങ്ങോട്ടൊക്കെയോ നോക്കി ഇന്ന് ഏതൊക്കെയോ കാര്യം ആലോചിച്ച് കാറ്ററിംഗുകാർ വന്നോന്നൊക്കെ ചോദിച്ചാൽ എനിക്കും ദേവിക്കുട്ടി വന്നോ എന്നൊക്കെ നോക്കിയായിരിക്കും ഇത് പറഞ്ഞതേ. അപ്പം വലിയ ശ്രദ്ധ കൊടുത്തില്ല. സ്തോത്രം. ഞാനതുകൊണ്ട് സാറിന് പറയും 5 വർഷം കഴിയുമ്പോൾ
5-ാമത്തെ വർഷത്തെ ഈ ഈ വിവാഹ വാർഷികത്തിൽ ഈ രണ്ടുപേരെയും പിടിച്ചു നിർത്തി ഒരു പ്രാവശ്യം കൊടുന്ന് ഉഭയസമ്മതം ചൊല്ലിച്ചു വിടുന്നത് നല്ലതാണ്. സ്തോത്രം. അയ്യോ, ദാനിയേൽ പാസ് ദുരുപദേശം പറഞ്ഞോണ്ട, ഞാൻ ഇപ്പോഴത്തെ നിലവാരം കണ്ടിട്ട് പറഞ്ഞതാണ്. സ്തോത്രം. അപ്പം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, സുഖത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും, ആമേൻ, സമൃദ്ധിയിലും, സ്തോത്രം, ദാരിദ്ര്യത്തിലും ഒക്കെ നിന്നോട് മാത്രം പറ്റിയിരുന്നു, നിനക്ക് കീഴ്പ്പെട്ടിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ സഹോദരി? അല്ലേ സഹോദരാ? നിന്നെ മാത്രം സ്നേഹിച്ച് പറഞ്ഞില്ലേ? എന്നിട്ടിപ്പോൾ സ്നേഹം എങ്ങോട്ട് പോയി? അയലോക്കംകാരിയെ സ്നേഹിക്കാൻ തുടങ്ങിയോ? എന്താ നമ്മുടെ നാട്ടുകാർക്ക് പറ്റുന്നത്? ദൈവം കൊടുത്ത ആ സഹോദരിയെ, ആ സ്ത്രീയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ നീ സ്വീകരിച്ചാൽ, കേട്ടോ, മറ്റൊരുത്തിയെ നീ സ്വീകരിച്ചാൽ നീ വ്യഭിചാരം ചെയ്യുന്നു എന്നാണ് ഓമനപ്പേരിൽ നിന്നെ വിളിക്കുന്നത്. ഞാൻ ആ വാക്യഭാഗം ഒന്ന് വായിച്ചു തരാം. ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ വിവാഹം കഴിക്കുന്നവനെല്ലാം വ്യഭിചാരം ചെയ്യുന്നു. കേട്ടോ, അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവൻ്റെ പേര് വ്യഭിചാരി സോയാൻസോ. അടുത്തത് കേട്ടോ, കഴിഞ്ഞില്ല. ഭർത്താവ് ഉപേക്ഷിച്ചവളെ വിവാഹം കഴിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. രണ്ടും ക്ലിയറായില്ലേ? എന്ന് പറഞ്ഞാൽ ദേവസഭയിൽ, ദൈവദൂതന്മാരുടെ മധ്യത്തിൽ, സ്തോത്രം, ഉഭയസമ്മത വാചകത്തിലൂടെ നിങ്ങളെ കൂട്ടിയോജിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, സ്തോത്രം, നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ്. സ്തോത്രം. കുറേയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഈ ഉഭയസമ്മതമൊക്കെ ഇവർ മറക്കും. പിന്നെ ആ വീട്ടിലെ ഭാര്യയല്ല, പിന്നെ ഭർത്താവാണ് ഭാര്യ. അങ്ങനെയായി മാറുക. ഓ, അച്ഛനൊന്നും അറിയത്തില്ല, ഞാൻ പറയാമെന്ന് പറഞ്ഞ് അങ്ങനെ പോകുന്ന ചില സ്ത്രീകളുണ്ട്. ശ്രദ്ധിച്ചിരുന്നോ? ദാനിയേൽ പാസ്റ്റർ ചെവിയിലെങ്ങാനും എത്തിയാൽ സുഖമായി കഥ. സ്തോത്രം. ശ്രദ്ധിച്ചേ, നിന്റെ ഭാര്യ, നിന്റെ ഭർത്താവ്, സ്തോത്രം, ദൈവം നിങ്ങളെ കൂട്ടിയോജിപ്പിച്ചതാണ്. സ്തോത്രം, ദൈവം കൂട്ടിയോജിപ്പിച്ചതാണ്. അതുകൊണ്ടാണ് അവസാനം പറയുന്നത്, മനുഷ്യൻ വേർപിരിക്കരുതെന്ന് ഈ പറയുന്ന ലാസ്റ്റ് ദൈവദാസൻ വിവാഹ ശുശ്രൂഷ നടത്തി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് പറയുന്നൊരു കാര്യം, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്നെഴുതിയിരിക്കുന്നു. സ്തോത്രം. ഒരുപാട് വാർത്തകൾ ഞാൻ കേൾക്കുന്നുണ്ട്, ഒരുപാട് വാർത്തകൾ. ഇപ്പോൾ കേൾക്കുന്നൊരു വാർത്തയാണ്, തൻ്റേതല്ലാത്ത കാരണത്താൽ. അതെന്തുവാ സംഭവം? അതെന്താ സംഭവം എന്ന് പറ. തൻ്റേതല്ലാത്ത കാരണത്താൽ. ചേടാ, നിൻ്റേതായിരുന്നല്ലോ, അത് നിൻ്റേതല്ലായിരുന്നോ? പിന്നെ ഇപ്പോൾ തൻ്റേതല്ലെന്ന് പറഞ്ഞ നീ. സ്തോത്രം. അങ്ങനെ ഒരു കാരണമുണ്ടോ? നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് സംയോജിപ്പിച്ച് ദൈവസന്നിധിയിൽ നിന്ന് ഉഭയസമ്മത വാക്ക് ചൊല്ലി നിങ്ങളെ ഭാര്യ ഭർത്താക്കന്മാരായി പ്രഖ്യാപിച്ചതിന് ശേഷം പിന്നെ തൻ്റേതല്ലാതെ വരുന്നത് എങ്ങനെയാണ്? നിൻ്റേതല്ലേ അത്? നിൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവും എന്നും പറഞ്ഞല്ലേ നിന്നെ ആ ശുശ്രൂഷയിൽ അവർ പരിചയപ്പെടുത്തിയത്. സ്തോത്രം. ഭാര്യയെ ഉപേക്ഷിക്കാൻ, സ്തോത്രം, ദൈവവചനം പറയുന്ന, ഉപേക്ഷിക്കാൻ പാടില്ല. ഇനി ഉപേക്ഷിക്കണമെങ്കിൽ, ഒന്ന്, അവൾ മറ്റൊരു പുരുഷനുമായി നീ അറിയാതെ, അവൻ മറ്റൊരു സ്ത്രീയുമായി നീ അറിയാതെ ഒരു അലയൻസ് വെക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് കടക്കുന്നെങ്കിൽ ഭാര്യ ഉപേക്ഷിക്കാം എന്ന് തിരുവചനം പറയുന്നുണ്ട്. സ്തോത്രം. അതല്ലാതെ വേറെ ഒരു കാര്യത്തിലും, സ്തോത്രം,
അതുകൊണ്ടാണ് വിശ്വസ്തത പുലർത്തണം എന്ന് ഈ പറയുന്നത്. ഒരുപാട് കേസ് കിട്ടാൻ അങ്ങനെ കാണുന്നുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, സ്തോത്രം, നമ്മുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടണോ? അത് ദൈവത്താൽ കെട്ടിപ്പടുത്തൊരു സ്ഥാപനമാണെന്ന് നാം തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ചില ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ ഭയങ്കര പേടി, അങ്ങനെയുള്ളവരുമുണ്ട്. ചില ഭാര്യമാർക്ക് ഭർത്താവിനെ പേടി വേണം. കാരണം ചില ബൈബിൾ അങ്ങനെ പറയുന്നത്, അവനെ ഭയപ്പെട്ട് അവനെ കീഴ്പ്പെട്ടിരിക്കണം. അത് കറക്റ്റാണ്. പക്ഷേ ഭർത്താവിന് ഭാര്യയെ പേടിയാണ്. അതെന്താ കഥ? എനിക്കറിയാൻ പാടില്ല. സ്തോത്രം. സഹോദരി, നിനക്ക് ചിലപ്പം 10-15 ഏക്കർ സ്ഥലം ഉണ്ടാകും, ഇല്ലേ? ഒക്കെ ഉണ്ടാകും. പക്ഷേ നിൻ്റെ ഭർത്താവ് തന്നെയാണ്. അതിനകത്ത് മാറ്റമൊന്നുമില്ല. സ്തോത്രം. പണ്ടൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. കുറേ കൂട്ടുകാർ കൂടി, ഒരുത്തനാണെങ്കിൽ അവൻ്റെ ഭാര്യ ഭയമാണ്, പേടിയാണ്. അതുകൊണ്ട് ആ പുള്ളിക്കാരത്തി ഒന്ന് ഉറക്കെ ശബ്ദം ഇട്ടാൽ തന്നെ പുള്ളി അന്നേരം തന്നെ ചാടി വീട്ടിനകത്ത് കയറും. അങ്ങനത്തെ ഒരാൾ. അപ്പം കൂട്ടുകാർ ശരി, ഇവനെ ഒന്ന് ധൈര്യമുള്ളവനാക്കി മാറ്റണമല്ലോ. അപ്പോൾ അവനോട് പറഞ്ഞു, നീ വാ, നീ ഇച്ചിരി കള്ളൊക്കെ കുടിക്കുക, എന്നിട്ട് നിനക്കപ്പോൾ നല്ല ധൈര്യം വരും. നീ എന്നിട്ട് വീട്ടിലോട്ട് ചെന്നിട്ട് അവളോട് പറഞ്ഞാൽ മതി, ഭാര്യ എനിക്ക് പുല്ലാണേ എന്ന് പറഞ്ഞാൽ മതി. കൂട്ടുകാരിങ്ങനെ വെള്ളമൊക്കെ മേടിച്ച് കൊടുത്ത് അവനിങ്ങനെ മൂക്കറ്റം കുടിച്ച് ഇങ്ങനെ ഒരു ഓട്ടോയിൽ വന്ന് വീട്ടിലോട്ട് ഇറങ്ങുകയാണ്. അന്നേരം ഉണ്ടാം ഭാര്യ മുറ്റം തൂക്കാൻ വേണ്ടി ചൂലുമായിട്ട് ഇറങ്ങി വരിക. പുള്ളി നേരെ കണ്ടതാ. പുള്ളി ഉടനെ ആ വർദ്ധിച്ച വീര്യത്തോടെ, ഗാംഭീര്യത്തോടെ പുള്ളി അവർ പറഞ്ഞു കൊടുത്ത ആ വാക്കുണ്ടല്ലോ, ഭാര്യ എനിക്ക് പുല്ലാണ് എന്ന് പറഞ്ഞു. അത് പുള്ളി പറയാൻ വേണ്ടി ഇങ്ങനെ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ഭാര്യക്കിട്ട് നോക്കുകയും പുള്ളിക്ക് അങ്ങ് വല്ലാതെ അങ്ങ് ബുദ്ധിമുട്ടായിപ്പോയി. ഉടനെ പുള്ളി പറയാണ്, ഈ മുറ്റം നിറയെ പുല്ലാണ് എന്നും പറഞ്ഞ് പുള്ളി ഇറങ്ങി വരിക. കാരണം സംഭവം എന്താണെന്നറിയാം, പറയാൻ വന്നത് മറന്നും പോയി. അത് ഇദ്ദേഹത്തെ ഈ സഹോദരി കണ്ടപ്പോഴത്തേക്ക് എല്ലാം പോയി. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കുടുംബജീവിതം ശാശ്വതമായി മുമ്പോട്ട് പോകണമെങ്കിൽ നിങ്ങൾ എവിടെ നിന്നാണ് ഉഭയസമ്മതം ചൊല്ലിയതെന്ന് നല്ല ബോധ്യമാണ്. പിതാവായ ദൈവം, പുത്രനായ ക്രിസ്തു, പരിശുദ്ധാത്മാവ്, വിശുദ്ധ ദൂതന്മാർ, ദൈവസഭ, ഇത്രയും പേരുടെ മുമ്പിൽ നിന്ന് പറഞ്ഞതോടെ വല്ല ബോധമുണ്ടോ? ഇന്ന് രാവിലെ പറഞ്ഞതെല്ലാം ഒന്നുകൂടെ ഓർത്തേ. അയ്യോ, എൻ്റെ അച്ഛൻ്റെ കയ്യെ ഞാൻ പിടിച്ചപ്പം എനിക്ക് അന്ന് എൻ്റെ കൈ മുഴുവൻ വിറയ്ക്കായിരുന്നു. ഞാനങ്ങ് അറിയാതെ സ്തോത്രം കരച്ചിൽ വരുമോയെന്ന് അറിയത്തില്ല, പേടിച്ചാ പറഞ്ഞല്ലേ. എന്നിട്ട് ഇപ്പോഴോ വല്ല പേടിയുണ്ടോ ആ മനുഷ്യനെ? വല്ല പേടിയുണ്ടോ? അദ്ദേഹം ദൈവസന്നിധി വല്ലതും പ്രാർത്ഥിച്ചാൽ നിൻ്റെ കാര്യത്തിൽ തീരുമാനമാകും കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് സറണ്ടർ ആയിക്കോ, ദൈവം മുമ്പാകെയും അദ്ദേഹത്തിൻ്റെ മുമ്പാകെയും. കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടും കേട്ടോ. സ്തോത്രം. അതുകൊണ്ട് വ്യഭിചാരികളെ ദൈവം വെറുക്കുന്നു. സ്തോത്രം. ഉപേക്ഷിച്ചവളെ, അങ്ങനെയല്ല വാക്ക്, ഞാൻ ആ വാക്കൊന്നുള്ള വായിച്ച് കേൾപ്പിച്ചിട്ട് അവസാനിപ്പിക്കാം. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ വിവാഹം കഴിക്കുന്നവൻ എല്ലാം വ്യഭിചാരം ചെയ്യുന്നു. അങ്ങനെ കല്യാണം കഴിച്ച് കൊടുക്കുന്നവനും ഈ വ്യഭിചാരത്തിന് കൂട്ടു നിൽക്കുന്നു. അതുകൊണ്ട് ഞാൻ ചേർത്ത് പറഞ്ഞേക്കാം കേട്ടോ. അതുകൊണ്ട് ശ്രദ്ധിച്ചോ. കുടുംബജീവിതം ധന്യമാകാൻ ദൈവസന്നിധി മുട്ടുമടക്കിക്കോ. ഞാൻ നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കാൻ പോയി. ഈ കുടുംബത്തിനോട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. സഹോദരി, എങ്ങനെയുണ്ട് കുടുംബജീവിതം? രണ്ട് കട്ടിലേലാണോ കിടക്കുന്നത്? അതൊന്നും കുടുംബജീവിതം അല്ല കേട്ടോ. ചാകുന്നോടം വരെ, എനിക്കൊരു അപ്പച്ചനെ അമ്മച്ചി അറിയാം, ചാകുന്നോടം വരെ ഒറ്റ കട്ടിലേലാണ് അവർ കിടന്നു, ഒറ്റ കട്ടിലേൽ. ഇത് ഭർത്താവിന് അയച്ചു കൊടുത്തു ഈ മെസ്സേജ് കേട്ടോ. സഹോദര, ഭാര്യയ്ക്ക് അയച്ചു കൊടുത്തു ഈ മെസ്സേജ്. ദാനിയേൽ പാസ്റ്റർ പറഞ്ഞത് ഇങ്ങനെയാന്ന് പറ. ദൈവത്തിലുള്ള കാര്യമാണ് പറയുന്നത്. സ്തോത്രം. കിടക്ക നിർമ്മലമായിരിക്കട്ടെ. കിടക്കകൾ നിർമ്മലമായിരിക്കട്ടെ എന്നല്ല, കിടക്ക, അത്രേ ഉള്ളൂ കേട്ടോ. വചനം തെറ്റിക്കരുത്. എന്നേക്കൊണ്ട് പ്രാർത്ഥിക്കാൻ പോകാം. കണ്ണു കളിച്ചോ. നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അവിടുത്തെ പുത്രൻ്റെ വിശുദ്ധമായ യേശു ക്രിസ്തു നാമത്തെ ഒരുമിച്ച് ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് അടുത്ത് ഈ പ്രഭാതത്തിൽ ഈ കുടുംബത്തിനോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് നാളായി കർത്താവേ, ആശയവിനിമയമില്ലാതെ 2 ധ്രുവത്തിൽ താമസിക്കുന്നത് പോലെ, 2 ദ്വീപുകളിൽ താമസിക്കുന്നത് പോലെ കർത്താവ് ഈ കുടുംബം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ഇന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യപ്പെടട്ടെ, മറക്കട്ടെ, എല്ലാ പ്രശ്നങ്ങളും മറക്കട്ടെ. ഒരു പുതിയ കുടുംബജീവിതം ആരംഭിക്കട്ടെ. ഇന്നു മുതൽ ദൈവസന്നിധി പണിയപ്പെടട്ടെ. ആ ചെറുപ്പക്കാരൻ ഒരുപാട് കാര്യങ്ങളിൽ
സംശയത്തിൻ്റെതായ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ക്ഷമിക്കണേ കർത്താവേ. ഒരു പുതിയ കുടുംബത്തിലേക്ക് അവർ പ്രവേശിക്കട്ടെ. ദൈവം അവരെ അനുഗ്രഹിക്കണം. കിടക്ക നിർമ്മലമായിരിക്കട്ടെ. കർത്താവ് അവരെ അനുഗ്രഹിക്കും. ഞാൻ ഈ രാവിലെ സമയം ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ എനിക്ക് മാറ്റിയിട്ടുണ്ട്. പ്രാർത്ഥന നന്ദി യേശു ക്രിസ്തുവിൻ്റെ വലിയൊരു നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, പിന്നെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ദൈവം കൂടെ വേണം കേട്ടോ. നിങ്ങളെന്തൊരു വാശിക്കാരനാണ്. വാശിയൊന്നും കുടുംബജീവിതത്തിൽ വേണ്ട. ആ സഹോദരി ഒന്നും അല്ലെങ്കിലും അവർ നിങ്ങളെ തുണി അലക്കി ഭക്ഷണം ഉണ്ടാക്കി എന്തെല്ലാം കാര്യമാണ് ചെയ്യുന്നത്. സ്തോത്രം. അവരെ ഒന്ന് ശ്രദ്ധിക്കണം. അവർ കിടന്നു പോയാൽ നിങ്ങളുടെ എല്ലാ പരിപാടിയും തീരുന്നു കേട്ടോ. അതുകൊണ്ട് ഇടയ്ക്ക് അവർക്കൊരു റെസ്റ്റ് കൊടുക്കണം. ഇടയ്ക്ക് അവരെ കൂട്ടിക്കൊണ്ട് നിങ്ങൾ അതിലെല്ലാം പോകുന്നില്ലേ, അവരെ കൂട്ടിക്കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയി കുറച്ച് നേരം അവരുമായിട്ട് കുറച്ച് പിള്ളേരെല്ലാം കൂട്ടിക്കൊണ്ട് പോകണമെന്നല്ല, അവരെ തന്നെ കൂട്ടിക്കൊണ്ട് പോകണം. എന്നിട്ട് കുറച്ച് നേരം അവരുമായിട്ട് റിലാക്സ് ആയിട്ടൊന്ന് നടന്നേ. അവർക്കും ആഗ്രഹങ്ങളൊക്കെ ഇല്ലേ. അതോ നിങ്ങൾ മാത്രം ഇങ്ങനെ പോവുകയാണോ? അങ്ങനെയല്ല. സ്തോത്രം. അവർക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യണം, കുറച്ച് നേരം സംസാരിക്കണം കേട്ടോ. ദൈവം അങ്ങനെയാണെങ്കിൽ ആ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടും. കുറച്ച് സംസാരിക്കുമ്പോൾ എല്ലാം തീരുന്നേ, എല്ലാം അലിഞ്ഞു പോവും. സ്തോത്രം. അതുകൊണ്ട് കുടുംബജീവിതത്തെ ഊട്ടിയുറപ്പിക്കുന്ന സ്നേഹബന്ധത്തിൻ്റെ നല്ല അടിത്തറ ഇന്ന് പകൽ പാകാം. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.